ഒമാനി പൗരന്മാരായ ജീവനക്കാരെ പിരിച്ചുവിടാൻ മുൻകൂർ അനുമതി വേണമെന്ന് തൊഴിൽ മന്ത്രി മഹാദ് ബിൻ സഈദ് ബാവൈൻ. മുൻകൂർ പരിശോധനയും അനുമതിയും കൂടാതെ ജീവനക്കാരുടെ സേവനം അവസാനിപ്പിക്കാൻ കമ്പനികൾക്ക് അനുവാദമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ടെലികോം മേഖലയിലെ സമീപകാല പിരിച്ചുവിടലുകളെക്കുറിച്ച് ശൂറ കൌൺസിലിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. മുൻകൂർ അനുമതി കൂടാതെ കമ്പനികൾക്ക് ഒമാനി ജീവനക്കാരുടെ സേവനം അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് ഒമാൻ തൊഴിൽ മന്ത്രി പ്രൊഫസർ മഹദ് ബിൻ സഈദ് ബവൈൻ. ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലെ സമീപകാല പിരിച്ചുവിടലുകളെക്കുറിച്ച് ശൂറ കൌൺസിൽ ഉയർന്ന ആശങ്കകൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. തൊഴിൽ മന്ത്രാലയത്തിന്റെ വിലയിരുത്തലിനായി അഭ്യർത്ഥന സമർപ്പിക്കാതെ ഒരു കമ്പനിക്കും ഒരു ഒമാനി പൗരനെയും പിരിച്ചുവിടാൻ അനുവാദമില്ലെന്ന് മന്ത്രി പറഞ്ഞു. സമീപ മാസങ്ങളിൽ ഒരു ടെലികോം കമ്പനിയിലെ ഒമാനി ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ കൌൺസിൽ അംഗം ഹുസൈൻ അലവാത്തിയാണ് ആശങ്ക ഉന്നയിച്ചത്. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് മന്ത്രാലയത്തെ അറിയിക്കാതെ പിരിച്ചുവിടലുകളുമായി മുന്നോട്ടു പോകുന്ന ഏത് കമ്പനികൾക്കെതിരെയും നിയമ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ഓപ്ഷനുകൾ ജീവനക്കാർ അംഗീകരിച്ചാൽ മന്ത്രാലയം ഇടപെടില്ല. തൊഴിൽ രംഗത്ത് നീതി ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. തൊഴിൽ വിപണിയിലെ വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുന്നതിനായി മന്ത്രാലയം ചട്ടക്കൂട് രൂപപ്പെടുത്തി വരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മീഡിയ 1 മസ്കത്ത്.